സാനയുടെ അഭിപ്രായത്തിലാ? എനിക്കറിയില്ല സത്യം എവിടുന്ന്? അടുത്ത ട്രിപ്പ് കേട്ടോ. കടിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഓടും, അങ്ങോട്ട് പോവോ? അങ്ങനത്തെ ടീമാ? ഓടും. ശരി. അന്ന് വന്നേക്കുന്നത് നമ്മള് അരൂരാണ്. അരൂര് ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന ചേട്ടന്റെ പേര് ജൂഡി. പിന്നെ അടുത്ത് നിൽക്കുന്നത് സാൻഡ്ര, നമ്മുടെ ജൂഡിയേട്ടന്റെ മോളാണ്. അപ്പൊ എനിക്ക് സാൻഡ്രയാണ് എനിക്കൊരു ചലഞ്ച് എന്തൊക്കെയാണ്. ആളെ അറിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇൻസ്റ്റയിലൊക്കെ ഇൻസ്റ്റ കണ്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. അങ്ങനെയാണ് നമുക്കൊരു ചലഞ്ച് വരുന്നത് കേട്ടോ. നമ്മുടെ കരിക്ക് സീരീസ് ഇല്ലേ, അതില് എഴുതിയും അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ പരിചയമുള്ളവരൊന്ന് കമന്റ് ഇട്ടോ കേട്ടോ. അപ്പൊ എന്തിനാ വന്നത്, എങ്ങനെയാ വന്നത് എന്നുള്ള കാര്യം സാൻഡ്ര പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സാൻഡ്ര, എന്താണ് നമ്മളെ വിളിക്കാനൊരു റീസൺ? എനിക്ക് 2 ഡോഗ്സ് ആണ് ഉള്ളത്. ഒരു നാടനും പിന്നെ ഒരു അമേരിക്കൻ ബുള്ളി. ശരിക്കും ആൾക്കാർ വിചാരിക്കുന്ന ബുള്ളി ആയിരിക്കും ഭയങ്കര വിചാരിച്ച് അതിനെ കണ്ട് പേടിച്ചാണ് വീട്ടിലോട്ട് വരുന്നത്. പക്ഷെ നാടനാണ് ഭയങ്കര അഗ്രസീവ്. ക്രോസ് ആണല്ലേ? ക്രോസ് ആണ് എടുത്തതാ. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു കൊമ്പൈ എന്ന് പറഞ്ഞൊരു ബ്രീഡുമായിട്ട് ക്രോസ് പറയുന്നത്. ഭയങ്കര അഗ്രസീവ് ആണ്. നമ്മളെല്ലാരും കടിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥിരം പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീവൻ അതിന്. എത്ര കടിച്ചാലും പപ്പ അവളുടെ കടി കിട്ടിയിട്ടും പപ്പ എന്താ ഉപേക്ഷിക്കാതെ? എന്താ സാധാരണ ഭയങ്കര ലവബിളാണ്. പക്ഷേ ഇങ്ങനെ നമ്മള് ഭയങ്കര ഓരോ പ്രൊട്ടക്ഷൻ നേച്ചറാ. പുറത്തൊന്നും ആരും വരാൻ പാടില്ല, ഇവിടെ ഒരു സാധനം എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഭയങ്കര. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്താലേ നമ്മളെ ഉപദ്രവിക്കുള്ളൂ, അല്ലാതെ അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് ആദ്യം നമുക്കൊരു സൂചന തരും, ബുദ്ധിയാ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും നമ്മളത് ചലഞ്ച് ചെയ്ത് അങ്ങോട്ട് പപ്പയുടെ മനസ്സിൽ പപ്പ എന്തോ തെറ്റിയതുകൊണ്ടാണ് അവളെ കടിച്ചത്. പ്രശ്നമല്ല, എന്തോ ചെയ്തു വട്ടം. പണ്ട് ഇവള് അഗ്രസീവ് ആവുന്ന സമയത്ത് തന്നെ ഞാൻ പപ്പ എന്നോട് വെറുതെ ചോദിച്ചിട്ടുണ്ട്, 5 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാൽ പ്ലൂട്ടോനെ കൊടുക്കും. പ്ലൂട്ടോണോ പേര്? പപ്പ എത്ര കടി കിട്ടിയാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ചേട്ടന് വളരെ ഒരു നമ്മുടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഡോഗ് കടി കിട്ടിയിട്ടും കൊണ്ട് കളയത്തത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോട്ടെ, ഇതുപോലെയാണ് നമ്മളെ പെറ്റ് ഡോഗിനെ വളർത്തുന്നത്. ഇത്രേ ഉള്ളൂ. നമ്മൾ 1 മുതൽ 15 കൊല്ലം നമ്മളൊരു ഡോഗിനെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1 മുതൽ 15 കൊല്ലം നമ്മുടെ ഒരു ലൈഫ് അവർക്ക് വേണ്ടി ഡെയിലി 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിനെ വാങ്ങുക. ഇല്ലാത്ത ആൾക്കാർ ഡോഗിനെ വാങ്ങരുത്, വളർത്താതിരിക്കുക. ഡോഗ് പ്രേമുണ്ട്, മനസ്സിൽ വെക്കുക. അപ്പൊ ഇതാണ് ഇതിലൊരു മെസ്സേജ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത്. അപ്പൊ ചേട്ടന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇത്രയും കടി കിട്ടിയിട്ട് ചേട്ടനെ വളർത്തുന്നുണ്ട്. അപ്പം അതേ കാണിച്ചതാ, ഏരിയ കാണിച്ചതാട്ടോ. അപ്പൊ മനസ്സിലാവും. അത് ശരി. അവർക്ക് വേണ്ടി പാർക്കൊക്കെ ഉണ്ട്. അപ്പൊ സാൻഡ്ര ഇപ്പൊ എന്നോട് വിളിച്ച കാര്യം എന്ന് പറഞ്ഞേക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ചലഞ്ച് പോലെയാണല്ലോ. നൈസായിട്ട് ചേട്ടൻ എല്ലാരെയും മറ്റേ ലീശ് കെട്ടി പുറത്തിറക്കുക എന്നുള്ളതാണ് ചലഞ്ച്. അതും ചലഞ്ചാണ്, കാരണം ആൾക്ക് ബെൽറ്റ് പോലും ഇട്ടിട്ടില്ല. അപ്പൊ അതുണ്ട്. അല്ലാതെ ഞാനൊരു ചലഞ്ച് തന്നത്, ഇവര് അമേരിക്കൻ പുള്ളിയും പ്ലൂട്ടോയും, ഞാൻ പോഗോന്നാണ് പുള്ളിയുടെ പേര്. പ്ലൂട്ടോയും പോഗോയും ഭയങ്കര കൂട്ടാണ്, ഭയങ്കര തിക്കാണ്. എന്നാലും ഇടക്ക് അവക്കിട്ടും കടിക്കാറുണ്ട്. അതായത് ഈ അമേരിക്കൻ പുള്ളിക്കിട്ട് നമ്മുടെ കഥാപാത്രം കടിക്കുന്നു കേട്ടോ. അവര് ഭയങ്കര പ്രേമാണ്, ഭയങ്കര സ്നേഹമാണ്, ഫുൾ ടൈം സ്നേഹമാണ്. പക്ഷെ ഇടക്ക് അവള് ഫുഡൊക്കെ എടുക്കാൻ ചെന്നാൽ കടിക്കും. പക്ഷെ വേറൊരാള് പുറത്തുനിന്ന് വന്ന് പുള്ളിനെ തൊടാനോ പുള്ളിനെ പുന്നാരിപ്പിക്കാനോ പുള്ളിയുടെ പേര് പറയാനോ പോലും സമ്മതിക്കാം. അപ്പൊ പുള്ളിനെ ചേട്ടൻ ആ കൂട്ടിന്ന് ചെന്ന് പുറത്തിറക്കുക എന്നുള്ളത് അത് തന്നെയാണ് ചലഞ്ച്. അപ്പൊ ഒരു വെറൈറ്റി ചലഞ്ച് ആട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ആ ചലഞ്ച് തന്നെ അങ്ങോട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം അല്ലെ? എന്താവും അച്ഛന്റെ അഭിപ്രായത്തിൽ? എന്താ കടി കിട്ടുമോ? അറിയുന്ന സാനയുടെ അഭിപ്രായത്തിലോ? എനിക്കറിയില്ല സത്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ വിളിക്കുന്ന എല്ലാ ആളുകളുടെയും മനസ്സിൽ എന്താ, നമുക്കിട്ടൊരു കടി അവരുടെ ഡോഗ് കടിക്കണം. അതാണ് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നു. എനിക്ക് എപ്പോഴും കാണാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ വീഡിയോ തീരാറാകുമ്പോൾ നമുക്ക് ഡോഗ് കടി കിട്ടുന്നില്ല എന്ന രീതിയിൽ നമ്മുടെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഒരു ക്യാമറമാൻ ഉള്ളതുകൊണ്ട് അവരുടെ ഫേസ് നമുക്ക് കിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡോഗുമായിട്ടുള്ള കോൺടാക്ട് കളയരുന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കി, എപ്പോഴെങ്കിലും ഫ്രെയിമിൽ അവരെല്ലാവരും ഉള്ളപ്പോൾ അവരുടെ ആ സ്ലോ മോഷൻ എടുത്തിട്ട് നിങ്ങൾ നോക്കി നോക്കിയിട്ട് അവരുടെ ഫീല്. അപ്പൊ ഇന്ന് നമുക്ക് സാൻഡ്ര എല്ലാ ദൈവത്തിനെയും വിളിച്ചിട്ടുണ്ട് എനിക്കിട്ടൊരു കടി തരാം. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടിന്യൂ ആയിട്ട് അങ്ങ് പോയി കാണിച്ചു തരാം. നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് പ്ലൂട്ടോ, മറ്റേത് പോഗോ. പോഗോ അല്ലേ? പ്ലൂട്ടോയും മറ്റേ ആള് വേറൊരു അടച്ചാട്ടോ. നമുക്ക് അടയ്ക്കാം. ഇതാണ് നമ്മുടെ നായകൻ. ഇത് നായകൻ. അപ്പൊ കണ്ടില്ലേ, കാണുമ്പോ എല്ലാവരും ഒരു ഭീകരത ഇങ്ങനെ കാണുമോ തോന്നുന്നു, ഒരു ഭീകരത. എടാ പ്ലൂട്ടോന്റെ ഒരു ക്ലോസപ്പ് ഷോട്ടിങ് വന്നു അവിടെ.
അവിടെ കാണിച്ചാലും മതി. അല്ല ചേട്ടാ ചേട്ടാ എടുക്കട്ടെ ഫ്ലൂട്ടോനെ. എന്താണ് നാണക്കേടാണ് കേട്ടോ. ഞാൻ ഒന്നെങ്കിൽ നിന്നെ എനിക്ക് അല്ലെങ്കിൽ പോകോനെ ഞാൻ കൊണ്ടുപോകും. അല്ല പോകോ പോകോ പോകെ തുടങ്ങാം. ഇങ്ങോട്ട് ഞാൻ പോകാൻ പോകേക്ക് വന്നേ കേട്ടോ. എന്താണ് കേട്ടോ, നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് പോയി കഴിഞ്ഞാല് ചേച്ചി എനിക്കൊരു ഗിഫ്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത സാധനം എഴുതുമ്പോ ഞാനൊരു ഒരു വേഷം ചോദിക്കുന്നുണ്ട്. അല്ല കേട്ടോ, നമുക്ക് രണ്ടര കേട്ടോ അഭിനയിക്കാം. എന്ത് പറയുന്നു? വാ നമുക്ക് രണ്ടരക്കും പോയി അഭിനയിക്കാം. ശയിക്കാൻ ആഹാ ഇവിടെ കൊച്ചു നടന്നോ ഇവിടെ കണ്ട നീ ഇത് കണ്ട ഇവിടെ ഇവിടെ വലിയ ഇവിടെ അങ്ക നടക്കാം. നമുക്ക് സെൽഫി എടുത്താലോ? നമുക്ക് സെൽഫി എടുത്താലോ? ഫ്ലൂട്ടോ പോകോ, ഇതാണ് പോകോ, ഇതാണ് ഫ്ലൂട്ടാട്ടോ. ഫ്ലൂട്ടോ ചിരിച്ചേ ശരിക്കും ചേട്ടായി നോക്കി ചിരിച്ചേ പഠിക്കാങ്ങോട്ടെ ശരിക്കും പോകോ ഒന്ന് ചിരിച്ചേ ശരി പറ്റേ പോകാ. എന്താണ് എന്താണ് ഈ ഭയങ്കര കടിയാണ്? അച്ഛനെ കടിച്ചു കേട്ടല്ലോ നീ. ശരിയാണ് അച്ഛനെ കടിച്ച് താരായ ആളാണോ നീ? ആയോ താരായോ? താരായോടാ? അല്ല താരാ ജസ്റ്റ് ഏരിയ കേട്ടോ. പാർക്ക് എന്താ പറയാ, നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇത് കാണുമ്പോൾ. ഇവർക്ക് വേണ്ടി ഇത്ര ഒരു ഏരിയ കൊടുത്തിട്ടുള്ള. അപ്പൊ നമ്മൾ സാധാരണ ഒരു ഡോഗ് കടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ, ഓടിക്കൊണ്ടിട്ട് കൂട്ടിക്കൊണ്ടിട്ട് അവനെ അങ്ങ് തളച്ചിടും. പക്ഷെ ഇവിടെ സാൻഡ്രി അച്ഛനൊക്കെ ചെയ്തത് എന്താ പറയാ, അവരുടെ ഒരു ഏരിയ തന്നെ ഇവർക്ക് വേണ്ടി. ഒരു വീടിന്റെ ഇത് 10 സെന്റ് സ്ഥലം വെച്ചാ 20 സെന്റ് സ്ഥലത്തിൽ എങ്ങനെ പോയാലും ഇപ്പൊ ഒരു 4 സെന്റ് സ്ഥലത്തിന് അത്ര അടുത്ത് ഇവർക്കൊരു ഏരിയ വേണ്ടി മാറ്റി കൊടുത്തിട്ടാ. ഇതാണ് ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ എല്ലാവരും സാമ്പത്തികപരമായിട്ട് എല്ലാവരും വീക്കൊക്കെ ആയിരിക്കാം, ഇതുപോലെ ഏരിയ ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു 5000-6000 രൂപയൊക്കെ മുടക്കി കഴിഞ്ഞാൽ ഇത്ര ഏരിയ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ, ഇനിയിപ്പം കടിക്കുന്ന ഡോഗൊക്കെ ആണെങ്കിൽ അവരെ ഇതുപോലെ നമുക്ക് ഇപ്പം ഇത്രയും സെറ്റപ്പിൽ ടൈലിടണമെന്നും പറഞ്ഞില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ വേലിക്കിടുന്ന മറ്റേ മെഷ് ഉണ്ടല്ലോ, അതിന് 3500 ഉള്ളൂ 15 മീറ്ററിന്. ഇങ്ങനത്തെ കമ്പി നമുക്ക് ഗുജറി പോയാൽ ഒരെണ്ണത്തിൽ ചിലപ്പോൾ 100-150 രൂപയ്ക്ക് കമ്പിയും കിട്ടും. ഒരു 4 അടി ഹൈറ്റിലോ 5 അടി ഹൈറ്റിലോ അവിടെ ഇവിടെയൊക്കെ നമുക്ക് സ്വന്തം ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു 2 ഏക്കർ സിമെന്റും എടുത്ത് കുറച്ച് മെറ്റിലും വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 10000 രൂപയ്ക്ക് നമുക്ക് ഇത്ര ഏരിയ ചെയിൻ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ എൻക്വയറി കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഡോഗിനെ കടിച്ചിട്ട് ആൾക്കാർ കൂട്ടിയിട്ടേക്കാണ്, തുറന്നു വിടുന്നില്ല. അവർ മാനസികമായിട്ട് ഇങ്ങനെ ദേഷ്യം വീണ്ടും കയറി ഡിപ്രഷൻ ആകുന്നു. അപ്പൊ അങ്ങനെ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു സാധനം മാതൃകയാക്കി കേട്ടോ. ഓക്കെ ഇങ്ങനെ ചെയ്തല്ലേ? ഓക്കെ അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് ക്ഷയിക്കാൻ തരും. ഞാൻ കയറട്ടെ ഇറങ്ങിയോ നമുക്ക് അക്കുത്ത് കളിക്കാം. അവള് പറയാണ് ഒന്നും ചെയ്യാന്നുള്ള പോകെ വന്നു പോകാൻ ഞാൻ കമ്പനി നീ വാ ഇവിടെ പോകെ ഇതണ്ടാ പോക എന്നോട് ഇഷ്ടപ്പെട്ട്. ഇടി പെണ്ണേ ചെക്കൻ എന്നോട് ഇറങ്ങി പോരും കേട്ടോ. ചെക്കൻ എന്നോട് ഇറങ്ങി പോരും കേട്ടാ. നീ സുന്ദരിയാണല്ലോ, കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഈ കണ്ണെഴുതിയുള്ളമാരെല്ലാം ഭയങ്കര ദേശീയക്കാരിയാട്ടാ. കണ്ണെഴുതിയുള്ളമാരെല്ലാം ദേശീയക്കാരിയാണ് കേട്ടാ. കണ്ണെഴുതിയുള്ളമാരെല്ലാം ദേശീയക്കാരിയാണ്. അത് ഉറപ്പാ ദേശീയക്കാരി. ശരിക്കും അടി വെച്ചു ഞാൻ ഫ്ലാവര ഉണ്ടാക്കിയോ. ചേച്ചിയുടെ ഒരു കാര്യം ഇങ്ങനെയാണോ പിള്ളേര് വീട്ടിലൊരാൾ കയറുന്നല്ലേ? നീ മാനിയനാന്നാ എന്നോട് പറഞ്ഞ സാൻഡ്ര കേട്ടോ. നീ മാനിയനാന്നാ പറഞ്ഞു. കൊച്ചിങ് വന്നി ഒരു ഷയിക്കാനോ തന്നേ ഷയിക്കാൻ. ഇതേ കൊതുക് കഴിച്ചിരിക്കുന്നു. ഞാൻ കൊല്ലായിരുന്നു. എടി പെണ്ണെ ഇങ്ങനെയാണോ നമ്മളെ കഷ്ടം ഉണ്ടാക്കുന്നത്? പോലെ
കഴിഞ്ഞില്ല ആക്ഷൻ കട്ട് പറഞ്ഞില്ല. വാ കട്ട് പറഞ്ഞിട്ട് വാ വാ വന്നേ ഓടിയാ വാ അവിടെ വന്നേ വന്നടി ആടി വാ. ഇവിടെ ഫുഡ് ഭക്ഷണ രീതികൾ എന്താ രണ്ടുപേർക്കും എങ്ങനെയാ? ചോറും ആ അത് ശരി. വീട്ടിലുള്ള കഴിക്കുന്നുണ്ട് അല്ലേ? എന്നാ വാ പോയില്ല ഓടിയാ അവിടെ ആരില്ല. വാ ഇതുണ്ടോ ഇങ്ങ് വാടാ. ഇതുണ്ടോ ഇടി പെണ്ണേ ഞങ്ങളിത് അവിടെ സെറ്റ് ഞങ്ങളവിടെ സെറ്റ് ഇട്ടാ. പോകൂ വരും ഇതൊക്കെ ഞങ്ങള് പ്രേമത്തിലേ ഇതൊക്കെ ഡീ നിന്റെ ചെക്കനെ ഞാൻ കൊണ്ടുവന്നു. ചെക്കനവിടെ കിടന്ന് മെഴുകുന്ന് പ്രേമിച്ച് മെഴുകുന്ന് എടുക്കുന്നു. ഇതുണ്ടാ നീ ഇത് നോക്കടി ഇവിടെ വാടി പെണ്ണേ പെണ്ണ വാ. പുറത്ത് വേറെ ഏട്ടൻ വന്നിട്ടല്ലേ? പുറത്ത് വേറെ അങ്ങോട്ട് എടി ഇത് നോക്കടി ഇതേ എടുത്ത ഇത് പെണ്ണേ ഇതെന്താ ഇവിടെ കിടന്ന് മറിയുന്നു. ഇത് ഇവള് പെണ്ണാ അവളും പെണ്ണാ? രണ്ടും പെണ്ണാണല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തിയിട്ടാ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി. വഴക്ക് വരുന്നത് ആണോ? ഓവടെ വഴക്ക് വരുന്നുണ്ടോ? എന്നോട് മിണ്ടാൻ പാടില്ല. അടി ഞെട്ടിക്കണോ പോവാ എടി അങ്ങോട്ട് വാ ഇല്ല വരാ വാ വാടി പെണ്ണേ ഇത് പെണ്ണ വാടി പോകനെ കൊണ്ടോട്ടാ. പോകാം അങ്ങോട്ട് കയറാം അങ്ങോട്ട് കയറി ഞാൻ അങ്ങോട്ട് വരാം. പോകാം അങ്ങോട്ട് വെക്കോ പോകാം അങ്ങോട്ട് പോടി പെണ്ണേ. ഒരു കാര്യമുണ്ട് പക്ഷെ പോക ഓടിയെന്നാലോ ശരിയാക്കല്ലോ. ഈ തെങ്ങ കയറേണ്ടി വരുമല്ലോ ഇപ്പം. മാവ കയറിയെന്നാലോ ചീച്ചോ? ചെരുപ്പൊക്കെ ഊരി പോകേണ്ടി വരും മാവ കയറാൻ. നല്ലൊരു ഇതിലെന്തോ ഒരു തന്ത്രപരമായ കാര്യമുണ്ട് നിങ്ങൾ ഗസ് ചെയ്ത് കേട്ടോ. ആദ്യം പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ചേട്ടനെ ഒന്ന് കടിക്കുന്നത് കാണുന്ന പോകോ അല്ല പ്ലൂട്ടോ ആടാ കടിക്കുന്ന കാലത്ത് കടിക്കില്ല. വരുന്ന വരവേണ്ടോ ആശാത്തി അല്ലേ? വരുന്ന വരവേണ്ടോ ആശാത്തി? കാലേന്ന് കടിച്ചു നോക്കി കാലേന്ന് കടിച്ചു നോക്കി കാലേന്ന് കടിച്ചു ഒന്ന് കാല കഴിച്ചു ഒന്ന് സ്മെല് ചെയ്ത് നോക്കി എന്തെങ്കിലും മണം ഉണ്ടോ നോക്കിയേ. നമ്മളൊക്കെ ഒരേ ജാതിപ്പെട്ടാണോ നോക്കി? ആണോ? ഉച്ചക്ക് ഇപ്പൊ എന്താ ചിക്കൻ കഴിച്ചില്ല ചോറ് കഴിച്ചാൽ എന്റെ എറണാകുളത്ത് നിന്ന് മറ്റേ വയറ്റിന്റെ ചോറ് കഴിച്ചു. അതിന്റെ ഒരു സംഭവം വയറ്റിലുണ്ട്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലേ? കണ്ണേ കടിക്കണ്ട ചേച്ചി. വേറെന്തോ സാധനം സീക്രട്ട് പറഞ്ഞിട്ടുണ്ട്. സീക്രട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തോന്നല്ലേ അപ്പോഴോട്ടോ വാ നമുക്ക് കളിക്കാം. ഞാൻ വരട്ടെ കയറി വരട്ടെ. കുട്ടി കയറട്ടെ കുട്ടി കയറി വരട്ടെ. കണ്ടാ അവര് തമ്മിലുള്ള സ്നേഹപ്രകടനം കണ്ട വഴക്ക് പറയുന്ന ഇപ്പൊ എന്തൊക്കെ ഇവള് ഭയങ്കര ബുദ്ധിമാനാ കേട്ടോ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. സാൻഡ്രനെ പുറത്തിറക്കിയിട്ട് കയറാം. അതല്ല അതിന്റെ ഒരു രസം. അപ്പൊ എന്നാ സാൻഡ്ര നിൽക്കുമ്പോ ഇനി നമ്മുടെ പ്രേക്ഷകര് പറയണ്ട ഓണറെ കൂടെ നിന്നിട്ട് താൻ കയറിയില്ലെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ട്. അപ്പൊ പ്ലൂട്ടോയും ഇവരൊക്കെ വാ ഓടിവാ എല്ലാരും ഓടിവാ വാടാ എടാ എടി പെണ്ണ അതിലെ ഓടിവാ ഓടുവാ ഇറങ്ങിവാ വാ. ഇത് ചെറിയൊരു മറ്റേ ആള് ക്ലോസാണ് കേട്ടോ. ഇപ്പൊ നമ്മളൊരു ഡ്രസ്സിങ് മറ്റേ പണ്ട് ഇപ്പൊ എന്നാ സാൻഡ്ര അവിടുന്ന് പിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. നൈസായിട്ട് ഒരു മൈക്കോണ സാൻഡ്ര കൊടുക്കും. ഇനി നിങ്ങളുടെ പ്രേക്ഷകര് കാത് കൂർപ്പിച്ച് കേട്ടോ. സാൻഡ്ര എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോന്ന് കേട്ടോ കേട്ടോ. അപ്പം ഇപ്പൊ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരുടെ ഒരു മെയിൻ ഒരു ഏരിയ ആണ്. ഇപ്പൊ അത് അവരുടെ ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡോഗ് ഒരു ബൈറ്റ് ചെയ്യാൻ ഫോഴ്സ് ഉള്ള ഒരു ഡോഗിന്റെ ഏറ്റവും ചെറിയ ഏരിയ ആണ് ഇതിനുള്ളിൽ. ഇതിനുള്ളിൽ അവരെപ്പോഴും മുറ്റത്തിറങ്ങുന്നതിനേക്കാളും പവർ ആയിരിക്കും അവര്. കാരണം അവരുടെ ഏരിയയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ഒരു ബൈറ്റിയോ അല്ലെങ്കിൽ അഗ്രഷനായ ഡോഗിന്റെ കൂട്ടിൽ കയറിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ചെയ്തത് നമ്മൾ ഇച്ചിരി സ്ട്രോങ് സാധനമാണ്. നമ്മുടെ കങ്കൽ എന്ന് പറഞ്ഞ ഡോഗാണ്. വീഡിയോ കണ്ടിട്ടുണ്ടോ? അത് അച്ഛനെ ഒന്ന് കാണിച്ചു കൊടുത്തോട്ടോ. അവർ ഇതുപോലെ തന്നെ ചെയ്തത് ഒരു കങ്കൽ ഡോഗ് ഉണ്ട്. അത്യാവശ്യം നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഡോഗ് എന്ന് പറയാം.
അതിന്റെ ബൈറ്റ് ഫോഴ്സ് തന്നെ നമുക്ക് ഒരു സിംഹം കടിക്കുന്നതിന്റെ അത്ര ബൈറ്റ് ഫോഴ്സ് ഉണ്ട്. അത് പിന്നെ നമ്മുടെ ഒരു ഡു ഓർ ഡൈ വീഡിയോ ആയിരുന്നു, നമ്മുടെ പ്രേക്ഷകർക്ക് കണ്ടാ അറിയാം. അത് നമ്മുടെ പ്രേക്ഷകർ ഇടയ്ക്ക് പറയാന്ന് വെച്ചാ ഇങ്ങനെ നിങ്ങൾ കൂട്ടിൽ നിന്ന് ഡോഗിനെ ഇങ്ങനെ സിമ്പിളായിട്ട് കയറിട്ടിങ് ഇറക്കൽ അവർക്ക് ഇറങ്ങി വരാനുള്ള ഒരു ഫീൽ കൊണ്ട് ഇറങ്ങി വരുമെന്ന് പറയും. പക്ഷെ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം, നമ്മളെ കൂട്ടിൽ നിന്ന് ഇങ്ങനെ കയറിട്ട് ഇറക്കിയ ഡോഗും നമ്മളെ കടിച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ട് മൈൻഡാണ്. പിന്നെ കങ്കിളിന്റെ കൂട്ടിൽ നമ്മൾ കയറിയിരിക്കുന്ന ഒരു ഡു ഓർ ഡൈ വീഡിയോ ആയിരുന്നു. കാരണം അത് നമ്മളിപ്പോ ഇവളെയൊക്കെയാണ് ഇപ്പൊ ഓടി വന്നിട്ട് പിടിക്കാലോ, അതിനെ പിടിക്കാനും പറ്റില്ല. കാരണം ഏകദേശം ഒരു കിൻഡൽ അടുത്ത് വെയിറ്റ് ഉണ്ട്. ഒരു ബൈറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 743 PSI ഉണ്ട്. സിംഹത്തിന്റെ എന്ന് പറഞ്ഞാൽ 650 മുതൽ 1000 വരെയാണ്. ഏകദേശം സിംഹത്തിന്റെ 1/4 ഭാഗം ഒറ്റപ്പിടുത്തം പിടിച്ചാൽ അത്ര ഏരിയ നമ്മളെ കവർ ചെയ്യും. അങ്ങനത്തെ ഒരു ഡോഗായിരുന്നു. അത് ഇതുപോലെ കൂട്ടി കയറിയിരിക്കുന്നത്. വാ ഫ്ലൂട്ടോയും നെപ്റ്റ്യൂണൊക്കെ ഇങ്ങ് വന്നേ, വാ വാടാ പോകോ, വാ വാ ഓടിയാ പോകോ, വാ പോകോ ഓടിയാ, പെണ്ണു ഓടി വന്നേ, ഇവിടെ വാടി, വാ പോകങ്ങ് വാ, കൊച്ചിങ്ങോ കൊച്ചു വാ, പോകനെ കളിപ്പിക്കാൻ പാടില്ലെന്നാണ്. വാ ഇവിടെ വാടാ. ആ ആ ഇതെന്തിനാ ചുമ്മാ കൈ പിടിക്കാനാ? ഇതിലെന്തോ ട്രിക്ക് ഉണ്ട്. ഇത് കൈ പിടിച്ചാ കടിക്കുന്ന പറഞ്ഞേക്കുന്നത്. വാ കൊച്ചു വാ, അല്ല എന്നാ ഫ്ലൂട്ടോ, വാ വാ അങ്ങോട്ട് പോവാ, വാ വാ ഇതിനുള്ളിൽ പോവാ, കൊച്ചു വാ കളിക്കാൻ പോവാ. ഇവനോട് ഞാൻ കളിക്കും, ഞാൻ ഇവിടെ മാത്രം കളിക്കും, പിന്നെ നീ ഉണ്ടാവില്ല കേട്ടോ. കൂടെ ഓടി എത്തുണ്ടോ പോകാ, അല്ല ഫ്ലൂട്ടോ ഓടിയാ. രണ്ടുപേരുടെ പേര് വാ, ഇതേ കളിക്കുന്നു, ഇതേ കളിക്കുന്നു. ഇത് അവള് കളി കൊണ്ടുപോയി. ഇനിയിപ്പോ കളിമൂടായി, വാ ഓടിയാ, എടാ ഇങ്ങ് കൊണ്ടുപോടാ, എടി പെണ്ണയും കൊണ്ടുപോടിയാ, അത് ഓടി കൊണ്ടുപോവാ, അങ്ങോട്ട് കൊണ്ടുപോവാ, കൂട്ടി കൊണ്ടുവച്ചാ അവള്. വാ കൊച്ചിങ്ങോട്ട് ഇറങ്ങി വന്നേ, വാ കൊച്ചായാലും ഇറങ്ങിയ, വാ വാ. ചേട്ടൻ പോകോനെ കൊണ്ടോക്കോ കേട്ടോ. അത് കിടൻ വീടുകളാട്ടോ, പോകാനെ കൊണ്ടോക്കോ, അതെ അതിനൊക്കെ ആരെങ്കിലും കടി വരുന്നു. വാ അങ്ങോട്ട് പോവാ, വാ വാ വാടി പെണ്ണെങ്കി വാടി, എന്തെന്നാ അത്, വാ കൊച്ചിങ്ങ വാ. കണ്ട അവളെ മൈൻഡ് മാറി കണ്ടോ നീ, അതിൽ കാണുന്നുണ്ട്. ഇന്നോ അവളിപ്പോ വിളിച്ചപ്പോ ഉണ്ടല്ലോ ഒരൊറ്റ ഇളിക്കലാ. വാ വാ പോകാനെ ഞാൻ കൊണ്ടുപോവാണേ. വരുന്നില്ല ആള്. കണ്ട കണ്ട മൈൻഡ് മാറി. കണ്ടോ കണ്ടോ, അവനെ പിടിച്ചോ, ലിജോനല്ല ടിജോനെ. ടിജോക്ക് കൂട്ടിക്കറ വന്നിട്ടോ ജോ. ആ ക്യാമറ ചെയ്യുന്നടാ. അവള് വന്ന വര കണ്ടോ അപ്പൊ. കാരണം കടിക്കാനാണെങ്കിൽ ഇങ്ങനെയല്ല, അങ്ങനെയല്ലേ. കട്ടവനെ കിട്ടിയില്ല കിട്ടിയനെ കടിക്കുന്ന പറഞ്ഞ പോലെ. കാണിക്കുന്നേ പോകോ, അല്ല ഫ്ലൂട്ടോ വാ പാടി വേണേ. അവൾക്ക് കണ്ടോ അവളെ അങ്ങനെ കേറി വിളിക്കുന്നു. ആണാ പോകാൻ കേറി കിടന്നുറങ്ങും. പോകാൻ അടുത്ത് പോക 2 കളിയല്ല കഴിഞ്ഞ തന്നെ പോകാൻ അടുത്ത്. പോകോ ഓടി വാ, ഞാൻ അങ്ങോട്ട് പോവാ, വാ. എവിടുന്ന്? അടുത്ത ടിപ്പ് കേട്ടോ, കടിക്കാനുള്ള തന്ത്രങ്ങളാണ്. അത് കണ്ടായിരുന്നോ? അപ്പൊ നിങ്ങൾ പ്രേക്ഷകർ കണ്ടാ? സാൻഡ്ര പറഞ്ഞു ഇവിടുന്ന് ഇല പറിക്കാൻ. സാൻഡ്ര ഒന്നോട് പറഞ്ഞു. സാൻഡ്ര നമ്മൾ പ്രേക്ഷകർ കണ്ടില്ല. സാൻഡ്ര പറഞ്ഞത് ഇവിടുന്ന് ഇല പറിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ സാൻഡ്ര ഇല പറിക്കുക. അവനോട് പറ, എടാ ഇല പറിക്കുന്നു. എടാ ഇവള് പുലിയാട്ടോ, കാക്ക പൂച്ച പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചോ പിടിച്ചതിനിടയ്ക്കൂടെ. അപ്പൊ ഇതൊരു രസകരമായ ഒരു സംഭവം ഇപ്പൊ കേട്ടാ. കാരണം എന്നല്ല, ആള് ജഗത്തിലേക്ക് ഇല്ലാതെ കേട്ടോ, കടിയെല്ലാം കൊടുത്തിട്ടുണ്ട്. അച്ഛനിങ്ങ വന്നച്ചാ. അതെ മാവല പിടിച്ചിട്ടുണ്ട്. അച്ഛനെ എന്താ വിചാരിച്ചത്? ഇങ്ങനെ കേരളമുണ്ടോ ആൾക്കാർ? കയറാനുള്ള അവസരം കിട്ടിയില്ലല്ലേ? നിങ്ങൾ കയറാൻ പറ്റില്ല. പിന്നെ ഇവിടെ അതെ അതെ വാ ചേച്ചിക്ക് കടി നീ എന്നെ കടിക്കണം എന്നൊരു മനസ്സിലൊരു സമാധാനം ഇല്ല കടിക്കാൻ. വാ കൊച്ചി
ആ അപ്പൊ ചേട്ടന് പേടിയില്ല, ആ കടിയെല്ലാം കിട്ടി പതങ്ങ മാറി. ആ ശരി, ആ അത്രേ ഉള്ളൂ. ആ അതാണ് ഇപ്പൊ കണ്ട ഡാഡി പറഞ്ഞ കേട്ടാ, അതാണ്. ഇവിടെ പട്ടികളെ ഇഷ്ടാന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പപ്പക്ക് പട്ടീനെ ഇഷ്ടമാണ്. ഇവിടെ കേറ്റരുത്, തോള് കൊണ്ട് കളഞ്ഞോണോ ഇതിനെ, അങ്ങനെയൊക്കെ പറയായിരുന്നു. 4 സെന്റ് സ്ഥലം പട്ടിക്ക് എഴുതി കൊടുത്തു. ആധാരം ചെയ്ത് കിട്ടിയോ പെണ്ണേ, അതുകൊണ്ടൊന്ന് വാങ്ങിക്കാട്ടോ. പപ്പ ഇപ്പൊ എന്തായാലും പപ്പ ചെയ്ത് തരും നിനക്ക് കേട്ടോ. ആധാരം ചെയ്ത് വാങ്ങിക്കാട്ടോ നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടാവണ്ടേ, ഇങ്ങനെ കടന്നാ മതിയാ. ചെയ്തു രണ്ടുപേരും. ഷോ കൊച്ചേ, അതെന്താ വേണ്ട അങ്ങനെ കാണിച്ചേ? അത് അഗ്രഷൻ കുറയുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്തതോ ഞങ്ങളെ അഗ്രഷൻ കുറയാൻ ആണോ? ആ അതെന്താ നന്നായിട്ടാ. ഡോക്ടർ കാണുന്നുണ്ടെങ്കിൽ ചുമ്മാ തമാശ കേട്ടോ, സർജറി ചെയ്ത ഡോക്ടർ തന്നെ ഇവിടെ ബന്ധീകരിക്കാൻ പോയപ്പോ കടിച്ചു പറഞ്ഞു. അപ്പൊ അതാണ് ആള് ഇച്ചിരി എന്താ പറയാ, ഇച്ചിരി ബുദ്ധിമതിയായ പെണ്ണാണ് കേട്ടോ. ഇപ്പൊ ചെയ്യുന്നത് ചുമ്മാ നിങ്ങൾ അങ്ങോട്ട് പോവാതിരിക്കാനാണ്, അവിടെ ഇങ്ങനെ ഇതാക്കുന്നത്, ഇവിടെ വന്ന് വട്ടം കിടന്നു. ഓ അങ്ങോട്ട് കയറാതിരിക്കാൻ. അപ്പൊ അതൊരു കുറച്ചും കൂടെ തീർത്തൊരു ഏരിയ ആണ്. നമുക്ക് എന്തെങ്കിലും ഇനി അരൂര് വഴി ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഇപ്പൊ സാൻഡ്രനെ പരിചയപ്പെട്ടല്ലോ, സാൻഡ്ര ഇല്ലെങ്കിൽ ഷൂട്ടിലേക്ക് ആണെങ്കിൽ ഡാഡിനെ വിളിച്ചിട്ട് നമുക്ക് വരാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഇവളോട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് സാൻഡ്ര ഇങ്ങനെ ഒരു സംഭവം തന്നെ ഭയങ്കര രസമായി കേട്ടോ. ഇങ്ങനെ ഉള്ള കൂട്ടിക്കയറാൻ അവസരം കിട്ടിയല്ലോ. സാൻഡ്ര പരമാവധി എന്താ എഴുതുന്ന പറഞ്ഞാൽ ഏതോ കുത്തിത്തിരിപ്പൊക്കെ എഴുതുന്ന ആളാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എഴുത്തിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് നിങ്ങൾ കരിക്കില് അത് എടുത്ത് നോക്കണം, സാൻഡ്ര എഴുതിയിട്ടുള്ള സീനൊക്കെ എങ്ങനെയാണ്. അശാദ് ഇവിടെ കിടന്ന നിങ്ങൾ വീഡിയോയിൽ കിട്ടാത്തതുകൊണ്ടാണ്. മൈക്ക് ഞാൻ കയ്യിൽ കൊടുത്തായിരുന്നു, നമുക്ക് കുറെ ഈ രഹസ്യപരമായിട്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ, ആ സംഭവം പിടിച്ച ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഒന്ന് പിടിച്ചെന്ന് പറഞ്ഞേ. എന്നെ പിടിച്ചോളാൻ പറഞ്ഞു. ചേട്ടൻ എന്നെ ഈ ചേട്ടനെ പിടിച്ചോ. ഇല്ല, അവർക്ക് അറിയാം ചേട്ടനെ പേടിയായി ഇപ്പൊ. ചേട്ടനെ പിടിച്ചോളാൻ പറ. എന്നെ ചേട്ടനെ പിടിച്ചോ. അവിടെ കാക്കയല്ല. പിന്നെ സാൻഡ്ര മന്ത്രം ചൊല്ലുമ്പോ ഞാൻ കൂടത്രം ചെയ്തു. നമ്മുടെ ചാത്തന്മാർ എന്റെ തൊട്ടപ്പുറം ഉണ്ട്. അതിനേക്കാളും വലിയ കൂടത്രം നമ്മള് ചെയ്യുന്നു. അല്ല, നിങ്ങളുടെ ഈ നേരത്തെ പറഞ്ഞ സാധനം ലാംഗ്വേജിന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി നിങ്ങളെ പേടിച്ചാണ് പേടി പവർഫുൾ. അതെ, ഇവര് ഡോഗുകൾ അങ്ങനെയാണ് കണക്കാക്കുക. രണ്ട് രീതി കണക്കാക്കുക. ഒന്നെങ്കിൽ അവരുടെ അണ്ടറിൽ, അല്ലെങ്കിൽ നമ്മുടെ മേലെ. ആ രണ്ട് ഇതിലാണ് നമ്മള് ഈ ഒരു ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോഴും ചിലപ്പോൾ ഇവര് നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ബാലൻസ് ചെയ്ത് നിൽക്കാൻ വിചാരിക്കുക, അപ്പൊ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും, ഒന്ന് കടിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അയ്യോ, അതെ ഒരു കുണുവാവ കിടക്കുന്നു, കുണുവാവ. നോക്ക് കിടക്കുന്നത് കിടപ്പോക്കണ. നമുക്ക് പോകാൻ അടിച്ചോണ്ട് പോയാലോ. നിന്റെ പോകാനെ കൊണ്ടോട്ടെ. നീ ഇത്ര നേരം നിങ്ങൾ വീഡിയോ ത്രില്ലിങ് മൂവ്മെന്റ് ഇല്ലാന്ന് വേണ്ടെന്ന് കേട്ടാ. എടി പെണ്ണ ഇവിടെ കൊണ്ടോട്ടെ. ഞാനെന്നാ മാറ, ഞാൻ വരാം. മാറേ അങ്ങോട്ട് പറ, ഞാൻ വരാം. എന്നാ കൊച്ചിനെ കൊണ്ടുപോയാലോ. എന്നാ വാ, കൊച്ചിനെ കൊണ്ടുപോകാം. വാ പോകാ, അല്ല ഫ്ലോട്ടാ വാ, എന്നാ പോകാവാ. ഇവിടെ വാടാ. അഭിനയിക്കണം. എടി അഭിനയിക്കടി കഴുത. എടി അഭിനയിക്കാൻ നിന്നെ എങ്ങനെ ഞാൻ ഞെക്കുന്ന പോലെ അഭിനയിക്ക്. കരയാ, ഒരു കരയടി വണ്ണേ. നീ എന്താ അഭിനയിക്കാൻ അറിയില്ല. ചേച്ചി ഇതിനെ അഭിനയിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. എന്നെ ചേച്ചി അഭിനയിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. പഠിക്ക് അഭിനയിക്ക്. നമുക്ക് കരയടി കരയാൻ പോകാൻ പിടിച്ച് പോകാനെ കൊണ്ടേ. എന്നാ വാ, പോകാറങ്ങ ഓടും. അങ്ങോട്ട് പോവോ? അങ്ങനത്തെ ടീമാ. ഓടും ശരി. കുഴപ്പമില്ല. ആള് മുങ്ങി. വരുന്നു. വേറൊരു കാര്യം ഉണ്ടോ, ആ എടുത്തോണ്ടിരുന്ന ആള് മുഖം കാണിക്കരുന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ മുഖം ബ്ലർ ചെയ്യുന്നതായിരിക്കും. അടി വാങ്ങ നീ. പൊക്ക ഇറക്കി എടുത്തോളെ. അവിടെ വിടാൻ സമ്മതിക്കാത്തോളൂ. ആള് എടാ പെണ്ണേ കണ്ടാ, കൊച്ചിനെ കൊണ്ട് അവളെ കൊണ്ടേ
ഞാൻ അവിടെ കൊണ്ടുപോയി, ഞാൻ അവിടെ കൊണ്ടുപോയി. കൊച്ചിവിടെ വന്ന്, ഇവിടെ വന്ന്, ഇവിടെ വന്ന്, ഇവിടെ പാടി അടി. ഇതുണ്ട, ഞങ്ങള് കമ്പനിയായി. നീ പൊക്കോ. നിനക്കെന്താ പറഞ്ഞേ? നീക്ക് വിളിച്ചാ വന്നോടെ അല്ലേ? ഞങ്ങൾ കണ്ട കമ്പനിയായി. ഒരു കളിയാൻ ഒരു ക്ഷയിക്കാനോ കിടക്കിടിയാണോ? കിടക്കടി ഇതുകൊണ്ടടി കളിപ്പിക്കുന്നുണ്ടോ? നിനക്ക് ദേഷ്യല്ലേ? അങ്ങോട്ടോ. എനിക്ക് വേണ്ട അവളെ, എന്നാ കൊണ്ടോ. എനിക്ക് വേണ്ട കറി. ആണോ? അങ്ങനെ കറി കൂട്ടി കറി കേറില്ല. കേറാ പറഞ്ഞ കറി പെമ്പിള്ളേർ പറഞ്ഞ കേൾക്കണം കേട്ടോ, മനസ്സിലായല്ലോ? ഇനി എന്താക്കും നോക്കാട്ടോ. എന്ത് ചെയ്യാനാ? ഞാൻ കൊണ്ടുപോയി അവൾ ഡബിൾ മൈൻഡിലാട്ടാ. ചിലപ്പോ ഒരു കടിയൊക്കെ തരും. ഇല്ല കടിക്കില്ല, എനിക്ക് ധൈര്യം ഒന്നും അങ്ങോട്ട് കടി വാങ്ങിപ്പിക്കാവള്. ഓടിയോ. എന്താ ചെയ്തെന്നല്ലേ? ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. അവിടെ തന്നെ ഉണ്ടാവളെല്ലാരും. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് വേറെ സാധനം നോക്കാം. ജസ്റ്റ് വീട്ടിൽ സാധനം അടിച്ചുകൊണ്ട് പോകുന്ന സംഭവം. അതുകൂടെ ഒന്ന് ട്രയൽ നോക്കിയിട്ട് നാളെ ഞാൻ നമുക്ക് കക്കാൻ പറ്റാം അവിടെ നൈസായിട്ട്. CCTV കണ്ടല്ലോ അല്ലേ? CCTV ബൈക്ക് എടുക്കട്ടെ. ഇത് ആരുടെ ബൈക്ക്? ഇതേതാ ബൈക്ക്? ആ അല്ല, വേറെ ഏതാ ബൈക്കാ? ഈ സ്കൂട്ടർ. ആ താക്കോൽ ടാറ്റാ അതുണ്ടോ? സാൻഡാണ് സ്കൂട്ടർ. ഇതോക്ക് ടാറ്റാ ബൈ. ഞാൻ പോവാ. നേരട്ടോ ടാറ്റ. അതിപ്പോ കൈ കാണിച്ചല്ലേ നീ കുറച്ച്. ആ ഡോർ വന്നാ പോട്ടെ. പൊക്കോട്ടെ നോക്കണ്ട കേട്ടോ. ഒരേ ചുമ്മാ നമുക്ക് എന്തായാലും ഒരു രസത്തിന് കേട്ടോ. ഞാൻ ഇവരെല്ലാം ഉള്ളിൽ കയറ്റാം. ഇവിടെ ആരുമില്ല. ഞാൻ ഗേറ്റ് തുറന്ന് വന്നിട്ട് കൊണ്ടുപോകുന്ന ഒരു സീൻ എടുക്കാം കേട്ടോ. ടിജോ മാത്രം ഉള്ളിൽ നിന്നാൽ മതി. അപ്പോൾ ബൈക്ക് എല്ലാവരും ഉള്ളിൽ കയറിക്കേ. അവളെ എങ്ങനെയാ ഉള്ളത്? എല്ലാവരും പിന്നെ ഉള്ളിൽ കയറിക്കോ. വണ്ടി ഓടിക്കുന്നോട്ടെ. എവിടെ സ്റ്റാൻഡ്? ഈ സൈഡില. ഓക്കെ സ്റ്റാൻഡ് കണ്ടു. ബൈക്ക് വണ്ടി ഓടിക്കുന്നോട്ടെ. എല്ലാവരും ഉള്ളിൽ കയറി കേട്ടോ. ഞാൻ ഇനി ഗേറ്റ് തുറന്ന് വന്നിട്ട് അതിൻ്റെ അടുത്താണ് മതി അല്ലേ? എങ്ങനെ ആ ഗാഡിക്ക് കാണിച്ചില്ല കേട്ടാ. അപ്പൊ ഞാൻ എന്തായാലും പോട്ടെട്ടാ. അവിടെ പോയി ടീച്ചർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഉള്ളു. എന്തൊക്കെയാ സംഭവങ്ങളാണ് നോക്കണേ. അപ്പോൾ കണ്ടില്ലേ? ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടാ. ഉള്ളിൽ കയറി വന്നിട്ട് ഇപ്പോൾ പുതിയതായിട്ട് കയറിയിരുന്നു. ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഡോറ് തുറന്ന് ഇത് തുറന്ന് ഞാൻ കാണും കേട്ടോ. അപ്പോൾ ഇത് തുറക്കാം. ഇപ്പോൾ നമ്മൾ തുറന്നു. ഇപ്പോൾ ഹെൽമെറ്റ് ഒരെണ്ണം എടുക്കാം. ഒരു ഹെൽമെറ്റ് എടുക്കുന്നുണ്ടേ. ടീച്ചർ ഇവിടെ നിന്നടാ. അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹെൽമെറ്റ് എടുത്ത് അവളവിടെ നോക്കുന്നുണ്ട്. വാച്ച് ചെയ്യണം. അവളെ കാണിക്കണം. എന്നെ അല്ല അവളെ. വേണേ ഞാൻ കൊണ്ടുപോകട്ടോ വണ്ടി. ഡി കണ്ട അവള് ഇപ്പുറത്തിറങ്ങിന്നറ. കണ്ട അവള് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ പോരെ ടാറ്റ. ബൈ ബൈ. സി യു ടാറ്റ. കളഞ്ഞ് ഈ ഓഫ് ആക്കിയാ മതി. അല്ല അത് ഞാൻ ചേച്ചി പോയതിൻ്റെ ഒരു പുര നടക്കുന്ന വരച്ച്. ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഓടിച്ചിട്ട് വല്ല മാവിനോണ്ട് വണ്ടി പോയി കയറിയാലോ. അതുകൊണ്ട് സ്റ്റാർട്ടാക്കായിരുന്നു. അപ്പോൾ നൈസായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും അടിച്ചു വരുന്നതായിരിക്കും.
CCTV മാത്രം ഓഫാക്കി വെച്ചിട്ട് ട്ടാ. അപ്പൊ അവളെ എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് ഓക്കെ ആയി. ആ ഞങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അവിഹിത ബന്ധം ഉണ്ടായി അല്ല, ചുമ്മാ ഒരു തമാശക്ക് ഇങ്ങനെ കണ്ടാൽ മതി. എന്തായാലും സാൻഡ്ര നമുക്കൊരു ചലഞ്ച് പോലെ ഒരു രസകര തന്നു. സാൻഡ്ര എന്നാ അതല്ല, ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു നമ്മളൊരു ചലഞ്ച് എല്ലാം മാറ്റി നിർത്തുക? ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് ഇവരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുന്നത് ആദ്യമായിട്ടാണോ? ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയാ ഫസ്റ്റ്. എല്ലാരും പേടിച്ച് മാറി നിൽക്കുന്നതുകൊണ്ട്. പിന്നെ പണ്ടൊരു പയ്യൻ വന്നിട്ട് ചുമ്മാ പിടിക്കാം, പക്ഷെ അവനെയും ജസ്റ്റിന് രക്ഷപ്പെട്ടതാവൻ. പേടിച്ചായിരുന്നു അവൻ ഇതുപോലെ അവൻ ട്രെയിനറാന്നൊക്കെ പറഞ്ഞു വന്ന് ഇതുപോലെ അന്ന് ലീഷ് ഇട്ടേക്കും. ആള് ചാടി കടിക്കാൻ നോക്കിയപ്പോ അവൻ പേടിച്ച് പിന്നെ അവന്റെ അടുത്തോട്ട് വന്നില്ല. വേറെ അങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ല. ഇത് അകത്തേക്ക് ആരും കയറിയിട്ടില്ല. കൂടിനുള്ളിൽ ആരും കയറിയിട്ടില്ല. അപ്പൊ അത് നമ്മൾ അവരുടെ ശരിക്കും കൂടുതൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ഓടിപ്പോയിട്ട് ആരും ഡോഗിന് കൂട്ടി കയറരുത്. അവരുടെ ഏറ്റവും വലിയ ടെറിട്ടറി ഏരിയ ആണ് കൂടിൻ്റെ ഉള്ളിൽ. കൂടെന്ന് പറഞ്ഞാൽ അവരവിടുത്തെ രാജാവാണ്. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സാധനം സാഹസത്തിന് മുന്നേറരുത്. ഇപ്പം ഞാൻ ചെയ്ത പോലെ ലീശക്കിട്ട് നിങ്ങൾ ഇറക്കിക്കോ, കുഴപ്പമില്ല. ഒരിക്കലും ഒരു അഗ്രഷൻ ഡോഗിന്റെ കൂട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലരുത്. അതൊക്കെ ഒരു ഡു ഓർ ഡൈ ആണ്. നിങ്ങൾക്ക് ആ ഫീല് മനസ്സിലായില്ല. എന്താ അറിയോ, ഞങ്ങളിവിടെ നിന്നവർക്കേ ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ, ഇങ്ങനെ ഒരു അഗ്രഷൻ ഡോഗിന്റെ ഉള്ളിലേക്ക് കയറാന്ന് പറഞ്ഞ്. കാരണം അവർക്ക് എന്തും ചെയ്യാലോ. നമ്മൾ ഫ്രീ അല്ലേ, അവർ ഫ്രീ ആണ്. അവർ ചങ്ങല കിടക്കുന്ന ഡോഗ് അല്ല. അത്ര ഏരിയ അവർക്കാണ്. നമ്മളെ എങ്ങനെ ഇതിലും ബൈറ്റ് ചെയ്യുക. അപ്പം ഒരിക്കലും അങ്ങനെയൊന്നും പോയി കയറിയേക്കരുത് കേട്ടോ, ഞാൻ കാണിച്ചു പറഞ്ഞിട്ട്. അപ്പൊ ഇത് ആ രീതി കണ്ടാൽ മതി. എന്നാ ഞങ്ങൾ പോയാലോ? അപ്പൊ സാൻഡ്ര എനിക്ക് എന്താ ഓഫർ ചെയ്തിട്ടുള്ള കാര്യം അടുത്ത കഥ എഴുതുമെന്ന് പറഞ്ഞു കേട്ടോ. അതിലെനിക്ക് മെയിൻ വേഷം കിട്ടും, വില്ലന്റെ വേഷം തരുമെന്ന് നോക്കാം. തന്നിട്ടില്ല അടുത്ത നമുക്ക് നാറ്റിക്കാം അടുത്ത വീഡിയോയിൽ. ഓക്കെ.